നമ്മൾ കുറേ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു എക്സാമിന് നമ്മൾ പഠിച്ചു വെച്ച അതേ ചോദ്യങ്ങളൊക്കെ തന്നെ തെറ്റിപ്പോകുന്ന സമയത്ത് സങ്കടം വരാറില്ലേ? ഒരുപാട് സങ്കടം വരും. എനിക്ക് നല്ലോണം അറിയാം. ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എത്രയൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാലും ചില സാധനങ്ങളൊന്നും ശരിയായി വരാറില്ല. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വിഷമവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സങ്കടത്തിന്റെ ഒക്കെ ഒരു പരിധി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും മനസ്സിലാവുകയില്ല. ബാക്കി ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ നിനക്ക് ഇത്ര തെറ്റിപ്പോയത്, ശരിയാക്കിയാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്ന അച്ഛനോ അമ്മയോ ടീച്ചേഴ്സോ മെന്റേഴ്സോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് അറിയോ? ശരിക്കും ഞാൻ അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളോടൊന്ന് ചോദിച്ചു നോക്കാം, എത്ര വട്ടം പഠിച്ചാലാണ് നിങ്ങൾക്ക് ഒരു സാധനം തലയിലേക്ക് കയറുന്നുണ്ടാവുക? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരം ഉണ്ടാവും. ചില ആൾക്കാർ പറയും ഒരൊറ്റ വട്ടം പഠിച്ചാൽ തന്നെ എൻ്റെ തലയിലേക്ക് അത് കയറുമെന്ന് പറയൂലേ. ചില ആൾക്കാർ പറയും ഒരു 2-3 വട്ടമൊക്കെ പഠിച്ചാൽ തലയിൽ കയറുമെന്ന് പറയൂലേ. ചില ആൾക്കാർ പറയും എനിക്ക് കുറേ പഠിച്ചെങ്കിലേ തലയിൽ കയറുള്ളൂ എന്ന് പറയും. പക്ഷെ ആക്ച്വലി നമ്മുടെ ഒരു വിന്നറിന്റെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം എന്നറിയോ? വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് ഉറപ്പായിട്ട് വേണ്ട ഒരു സാധനം, ഇത് തലയിൽ എപ്പോഴാണോ കയറുന്നത് അതുവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാവും എന്നുള്ളതാണ്. മറ്റേത് എങ്ങനെയാണെന്നറിയോ? മറ്റേത് ഞാൻ ഒരു വട്ടം പഠിച്ചിട്ട് എൻ്റെ തലയിൽ കയറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്നിട്ട് തല കുനിച്ചിട്ട് ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും. നമുക്ക് ചെയ്യേണ്ട ആൾക്കാരുടെ കാര്യം എന്ന് വെച്ചാൽ ലൈക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. വി ഹാവ് ടു ഹാവ് എ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരീക്ഷകൾ എഴുതുക, നിരന്തരം പരീക്ഷകൾ എഴുതുക, എല്ലാ ദിവസവും പരീക്ഷകൾ എഴുതുക. ടോപ്പിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും എക്സാം ഉണ്ട്. നിങ്ങൾ നീറ്റ് എക്സാമിന് പോകുന്നതിന് മുന്നേ 150 എക്സാം എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നീറ്റ് എക്സാം ഹാളിലേക്ക് കടത്തിവിടുന്നത്. ഓരോ എക്സാമിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ തന്നെ വിചാരിക്കുക, ഞാനിത് എത്ര പഠിച്ചിട്ടാണെങ്കിലും ഇതിനകത്ത് ചില ചോദ്യങ്ങൾ എൻ്റെ തെറ്റിപ്പോകും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവുക. ഉറപ്പല്ലേ? എല്ലാ ചോദ്യങ്ങളും ശരിയാവുന്ന ആളുകളുടെ ആരാളുള്ളത്? ആരുമില്ല. ഇപ്പോൾ ഓൾ ഇന്ത്യ വൈസിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ എഴുതുന്ന എല്ലാ ചോദ്യവും ശരിയാക്കുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും കുറച്ച് തെറ്റിപ്പോകുന്ന കാര്യം മനസ്സിലാക്കുക. ആ തെറ്റിപ്പോകുന്നതിൽ നമുക്ക് നല്ലോണം പഠിച്ചു വെച്ച പോർഷൻസും ഉണ്ടാകാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാൻ. ഇനി എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണമെന്ന് അറിയോ? അപ്പം തന്നെ നമ്മൾ അത് അനലൈസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ നല്ലോണം പഠിച്ചു വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ തെറ്റുപറ്റാറുണ്ട്. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നും നോക്കാനില്ല, അടുത്ത പരീക്ഷ ആകുമ്പോഴത്തേക്കും ആ തെറ്റുപറ്റിപ്പോയാ, കൺഫ്യൂസ്ഡ് ആയിപ്പോയാ, അറിയില്ലാതായിപ്പോയാ ആ ടോപ്പിക്കുകളൊക്കെ ഇല്ലേ, എത്ര ടോപ്പിക്കുകളുണ്ടോ അതൊക്കെ വീണ്ടും പഠിക്കുക, വീണ്ടും എക്സാം എഴുതുക. ആ എക്സാമിനോ വീണ്ടും പല തെറ്റുകളും പറ്റും. ചിലപ്പോൾ കഴിഞ്ഞ എക്സാമിന് റിപ്പീറ്റ് പഠിച്ച ആ ടോപ്പിക്ക് തന്നെയായിരിക്കും പിന്നെ തെറ്റിപ്പറ്റുന്നുണ്ടാവുക. പക്ഷേ ദിസ് ഈസ് എ ക്വയറ്റ് കോമൺ കോഴ്സ്, എല്ലാവർക്കും ഉള്ള സാധനങ്ങളാണ്. നമ്മുടെ ഉള്ളിൽ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിന്നറിന്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മുടെ തലയിലേക്ക് കയറുന്നത് വരെ പോട്ടെ, നീറ്റ് എക്സാമിന്റെ അന്ന് വരെ റിപ്പീറ്റഡ്ലി ഇത് വീണ്ടും 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 പലതവണ പഠിക്കും അല്ലെങ്കിൽ പലതവണ പഠിക്കാം എന്നുള്ള ഒരു കാര്യം മനസ്സിലേക്ക് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ തീരുമാനം എന്താ? ഇനി മുതൽ ഓരോ തെറ്റ് പറ്റുമ്പോഴും അയ്യോ അച്ഛാ അമ്മേ എൻ്റെ തെറ്റിപ്പോയി, എൻ്റെ എല്ലാം തെറ്റാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണോ? അതോ ആ കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് ഞാൻ വീണ്ടും പഠിക്കും എന്നുള്ള തരത്തിൽ സ്വന്തമായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ ആ ഫയർ എടുത്തിട്ട് വീണ്ടും വീണ്ടും പഠിച്ച് മുന്നോട്ട് പോകും? നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങളുടെ കൂടുതൽ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിലേക്ക് ഇട്ടോ, ഞാൻ മറുപടികൾ പറഞ്ഞുതരാം. സോ സീ യു ദേർ, ബൈ.